നമസ്കാരം. ഈ അടുത്ത കാലത്ത് നമ്മൾ പലരുടെയും രാശി വയ്ക്കുന്ന സമയത്തൊക്കെ എനിക്കറിയാവുന്ന പല കുടുംബങ്ങളുണ്ട്. അത്യാവശ്യം നല്ല പ്രാർത്ഥനയും നാമജപാദികളൊക്കെ ചെയ്യുന്ന പല കുടുംബങ്ങളുമുണ്ട്. അവരെ നോക്കുമ്പോൾ അവരുടെ ഈശ്വരാധീനം മറഞ്ഞതായി നിൽക്കുന്ന ഒരു രാശി കാണാറുണ്ട്. പലരും നമ്മളോട് പരാതി പറയാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്, അത്യാവശ്യം അമ്പലത്തിൽ പോക്കുണ്ട്, പക്ഷേ കഷ്ടതകളാണ് എന്ന് പറയുന്നു. മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അമ്പലത്തിൽ പോണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്ന്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈശ്വരാധീനം കുറവ് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഈശ്വരാധീനം നമുക്ക് കിട്ടാത്തത്? അല്ലെങ്കിൽ അതിനെന്താണ് കാരണം? അല്ല, അത് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു 3 ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒന്ന്, ഏറ്റവും ആദ്യം ഞാൻ എല്ലാ കാലത്തും പറയാറുണ്ട്, മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും അമ്പലത്തിൽ പോകാത്ത ഒരാള് പൂർണ്ണമായി നിൽക്കുന്ന ദൈവ അനുഗ്രഹത്തിന് കാരണമാകില്ല. കാരണം അമ്പലങ്ങളില്ലാത്ത നാടുകളില്ല. എല്ലാ ദിവസവും ഞാൻ വിളക്ക് വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. തിരുമേനി, വിളക്ക് വയ്ക്കും, എനിക്കെല്ലാം ഈശ്വരൻ തരാൻ പ്രാർത്ഥിക്കും. വിളക്ക് വച്ചതിന് ശേഷം വിളക്ക് കെടുത്തി എണീറ്റ് പോകും. അവർക്കും ഈശ്വരാധീനം ലഭിക്കണം എന്നില്ല. അത് തൊഴുത് പ്രാർത്ഥിച്ചാൽ മാത്രം ലഭിക്കണം എന്നില്ല. 2, വളരെ ശക്തമായി നിൽക്കുന്ന പിതൃദോഷം നിൽക്കുന്ന കുടുംബത്തിലാണ് എങ്കിൽ പൊതുവെ ആ ഈശ്വരാധീനം അവിടെ നിലനിൽക്കണം എന്നില്ല. സുകൃതം കുറയും, ഐശ്വര്യം കുറയും. വസ്തു സംബന്ധമായിട്ട് പൂർവാചാര ബന്ധങ്ങളുള്ള വസ്തുക്കൾ, പല ദോഷങ്ങൾ ബന്ധപ്പെട്ട വസ്തുക്കളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവിടെയും നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരാധീനമാക്കിയെടുക്കാൻ താമസം വരും. വാസ്തുദോഷമുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ്. ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ശാപദോഷങ്ങളോ ആരെയെങ്കിലും വിഷമിപ്പിച്ച കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവാധീനം പൂർണ്ണമായും കിട്ടണം എന്നില്ല. നമ്മുടെ പൂർവികരായിട്ട് ചെയ്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ പൂർവികരായിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മതി, ആ തെറ്റിന് കാഠിന്യമുണ്ടെങ്കിൽ നമ്മളത് തീരുന്ന ഇടം വരെ നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായ ഐശ്വര്യം ലഭിച്ച് എന്ന് വരില്ല. നമ്മൾ പോയിട്ട് നമ്മൾ നന്നാകുന്നില്ല, നമ്മൾ പോയിട്ട് ഉപവാസം എടുത്തിട്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ ചിലർ പരാതികൾ കമന്റിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുഭവിക്കേണ്ടതായ ഒരു കാലമുണ്ട്. ഇപ്പൊ 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്താൽ അതിന്റെ പലിശയും ഒന്നും അടയ്ക്കാതിരുന്നാൽ അത് ജപ്തിയാവും. ആ ജപ്തിയായ സാധനം അടച്ചു തീർക്കണമെങ്കിൽ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയും മുതലും അടച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ജപ്തി ഒഴിവാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള തെറ്റുകളുടെ കൂട്ടുപലിശയും പിഴപ്പലിശയും ഒക്കെ ചിലപ്പോൾ ഓരോരോ നാമജപം കൊണ്ട് അടച്ചു തീർത്തുകൊണ്ടായിരിക്കും നമ്മുടെ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ സുഹൃതത്തിലേക്ക് എത്താനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ അതിന് ഒരുപാട് ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. ഇതൊക്കെ ഈശ്വരാധീനം പറയാനായിട്ട് പിതൃവിഷയങ്ങൾ ഈശ്വരാധീനം പറയാം, വസ്തുദോഷം, വാസ്തുദോഷം, ഇങ്ങനെ പല കാര്യങ്ങളിലും ഈശ്വരാധീനം പറയാം. പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈശ്വരാധീനം കുറയാം. പല ദൃഷ്ടിദോഷങ്ങളിൽ ഈശ്വരാധീനം കുറയാം. കാലദോഷങ്ങളിൽ ഈശ്വരാധീനം കുറയാം. കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ നമുക്ക് ദൈവാധീനം നഷ്ടപ്പെടാം. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം, പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അതാണൊരു കാര്യം. ഇനിയിപ്പോ ദൈവാധീനം പറഞ്ഞു, ജ്യോത്സ്യരെ ഒന്നും കാണാൻ പോകുന്നില്ല, ഇതെങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മന്ദതകൾ വരിക, കുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ നല്ല രീതിയിൽ എത്താതെ വരിക, സന്തതി പരമ്പരയുടെ നാശം ഉണ്ടാവുക, അവർക്കിടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക, കുട്ടികൾ നന്നാവാതെ കുട്ടികൾ ഉണ്ടാകാതെ വരിക, കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിൽ സാമ്പത്തിക വളർച്ചയില്ലാതെ വരിക, വീട് തന്നെ വിറ്റോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടോ പോകുന്ന അവസ്ഥാവിശേഷം എത്തുക, കടം കൊണ്ട് മൂടുക, അങ്ങനെ പേരുദോഷം കേൾക്കുക, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അനാവശ്യ വിരോധമുണ്ടാവുക, സമൂഹത്തിൽ ഒറ്റപ്പെടുക, ഇങ്ങനെ പറയുന്ന കാരണങ്ങളെല്ലാം ദൈവാധീന കുറവ് കൊണ്ടാണ്. സങ്കല്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് ശാപദുരിതങ്ങളായാലും വാസ്തുദോഷമായാലും വസ്തുദോഷമായാലും ശത്രുബാധകളായാലും കാലദോഷങ്ങളായാലും നമുക്കവിടെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, പഴയകാലത്താണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഹോമാദികൾ കഴിക്കണം, പൂജകൾ കഴിക്കണം, ദാനങ്ങൾ ചെയ്യണം.
അങ്ങനെയൊക്കെ അന്നദാനം നടത്തണം, അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഇപ്പോഴത്തെ കാലസ്ഥിതിയിൽ. അതിനൊക്കെ വളരെ ചിലവേറിയത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ തൊട്ടടുത്ത് അനാഥാലയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു 5 കിലോ അരി കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണം ഏറ്റവും വലിയ അന്നദാനമാണ്. ഒരു 5 കിലോ അരി കൊടുക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ അന്നദാനം ചെയ്യാൻ ഒരു 5 കിലോ അരി കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന ഏത് സ്ഥലമായാലും അവിടെ ഒരു 5 കിലോ അരി കൊടുക്കുക. അപ്പോൾ അന്നദാനം എന്ന് പറയുന്ന ആ വസ്തു ദാനത്തിലൂടെ അത് മാറ്റാൻ കഴിയും. നമ്മുടെ കുടുംബത്തിൽ വിശന്നു വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പോലും ഒരു അന്നദാനമാണ്. അതുപോലെ തന്നെ നമ്മൾ അത്രയും കഷ്ടകാലം നമുക്ക് കൂടുകയാണെങ്കിൽ നിരന്തരമായി നിൽക്കുന്ന ക്ഷേത്ര ദർശനം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശതം പ്ലസ് ത്രയം, നാശത്തിൽ ഉയർത്തുന്ന എന്തിനെയാണോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നിർബന്ധമായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പോകണമെങ്കിൽ നമ്മൾ പരമാവധി കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പോകണം. എല്ലാ ദിവസവും പോകാൻ കഴിയുമെങ്കിൽ പോവുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ പോവുക. അപ്പോൾ നിരന്തരമായ ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മുടെ ദുരിതങ്ങൾക്ക് ഒരു മാറ്റം വന്ന് നമ്മൾ ദൈവാധീനത്തിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പിതൃദോഷമുണ്ടെങ്കിലും മറ്റു ദോഷങ്ങളുണ്ടെങ്കിലും അതിന് ഏറ്റവും ശക്തം നാമജപം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണദാനങ്ങൾ, വസ്തുക്കൾ ദാനങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ ദാനം കൊടുക്കുക, ക്ഷേത്ര ദർശനം ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ ചെയ്യേണ്ടതായിട്ടാണ് വൃത്തിയായിട്ട് നാമജപാദികൾ കഴിക്കുക. നാമജപാദികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയിലേക്ക്, നമ്മുടെ ഐശ്വര്യത്തിലേക്ക്, ജീവിത വിജയത്തിലേക്ക്, കാര്യവിജയത്തിന് നമുക്ക് എത്താൻ പറ്റുന്ന നാമങ്ങൾ നമ്മൾ നിർബന്ധമായും ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്. കൃത്യമായി ജപിക്കണം. അപ്പോൾ നമുക്കറിയാം, വലിയ മന്ത്രങ്ങൾ ഒരു ഉപദേശകന്റെ അല്ലെങ്കിൽ ഉപദേശം ഇല്ലാതെ ജപിച്ചു കൂട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കീർത്തനങ്ങൾ ഒരു ഉപദേശവും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. മാത്രകൾ അറിയാതെ മന്ത്രങ്ങൾ ജപിക്കുക. മാത്രകളുണ്ട്. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ലെങ്കിൽ അക്ഷരം മാറിപ്പോകും. അങ്ങനെയൊന്നും അറിയാതെ ജപിക്കുക. എന്നിട്ട് ഇതൊക്കെ ജപിച്ചിട്ട് കൂടിയാണ് ഞങ്ങൾ ഭയങ്കര നാമജപ എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്. പൂർണ്ണമായ ശുദ്ധി മനസ്സോടുകൂടി, പൂർണ്ണമായി നിൽക്കുന്ന ഏകാഗ്രതയോടുകൂടി, വ്യക്തമായി അറിയാവുന്ന രീതിയിൽ, വ്യക്തമായ രീതിയിൽ തന്നെ അറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അത് ജപിക്കേണ്ടതുപോലെ ജപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം സുനിശ്ചിതമാണ്. ഏത് ജപത്തിലൂടെ ആയാലും അത് ജപം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തി ക്ഷേത്ര ദർശനവും നാമജപാദികളുമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭാഗ്യക്കുറവ്, ഐശ്വര്യക്കുറവ്, നന്മക്കുറവ്, ശ്രേഷ്ഠക്കുറവ് നമ്മുടെ കാര്യത്തിൽ വിജയിച്ച് നമ്മുടെ പരമ്പരകൾക്ക് മോശം വന്നാൽ, നമ്മുടെ കുടുംബത്തിന് ദോഷം വന്നാൽ സംശയം വേണ്ട, അടിക്കടി മാക്സിമം ക്ഷേത്ര ദർശനം നടത്തുക, കൂടുതൽ അമ്പലങ്ങളിലേക്ക് പോവുക, അതുപോലെ തന്നെ നമ്മുടെ മൂല കുടുംബ ക്ഷേത്രത്തിൽ പോവുക, നമ്മുടെ കുലദേവതാ ക്ഷേത്രത്തിൽ പോവുക, നമ്മുടെ നാട്ടിലെ ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിൽ പോവുക, അതുപോലെ തന്നെ നാമജപവും ചെയ്യുക. നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലമുണ്ട്, ആ അമ്പലം തുറക്കും, അവിടെ പോകും, അവിടെ മാത്രം പോകും. പല ആൾക്കാർക്കും വീട്ടിന്റെ 1 കിലോമീറ്റർ പരിസരത്തുള്ള അമ്പലം ചോദിച്ചാൽ അറിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. അങ്ങനെയുള്ള ആൾക്കാർ കാണാറുണ്ട്. അവർക്ക് അറിയില്ല എന്ന് പറയും. ഞങ്ങളുടെ തൊട്ടു താഴെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ഞങ്ങൾ പോകും. മറ്റേത് അവിടെ എന്ത് പ്രതിഷ്ഠയാണെന്ന് അറിയില്ല, ആർച്ച് കാണാറുണ്ട് എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. അതല്ല വേണ്ടത്. നമ്മുടെ നാടിന്റെ തൊട്ടടുത്തുള്ള ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിൽ നമ്മൾ ദർശനം നടത്തുമ്പോഴാണ് ആ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ മൂല കുടുംബ ക്ഷേത്രത്തിലെ മൂല ഭഗവതിയെ അല്ലെങ്കിൽ മൂല ഭഗവാനെ നമ്മൾ തൊഴുമ്പോഴാണ് നമ്മുടെ കുലത്തിൽ ശ്രേയസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പരദേവതാ പ്രീതി. ഈ രണ്ടും ചെയ്ത് വേണം. ചിലരുടെ വീടുകളിൽ ഇതൊന്നും കൂടാതെ ഒരു വെച്ച് സേവ പോലെ പരദേവതയുണ്ട്, അതിന്റെ പ്രീതിയും വേണം. ഇപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു സർപ്പം അല്ലെങ്കിൽ സർപ്പക്കാവ് കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു ദേവി കാണും, ഇല്ലെങ്കിൽ ഒരു ഗുളികൻ കാണും, ഇല്ലെങ്കിൽ ഒരു പുലിയാമ്പള്ളി കാണും. അങ്ങനെ പല കാര്യങ്ങളും ഭഗവതി കാണും. അത് നമ്മുടെ പരദേവതയായിട്ട് നമ്മുടെ സ്വന്തം ഭഗവതിയാണത്. പിന്നെ നാമജപവും വേണം. നാമജപം എന്താ? നമ്മൾ പലിശ കൂടുതൽ അടയ്ക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്നതൊന്നും വിജയത്തിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ അത്രയും ദുഷ്കൃതം നമ്മുടെ കുടുംബത്തിൽ ബാധിച്ചു, അത്രയും ശാപങ്ങൾ ബാധിച്ചു, അത്രയും സങ്കടങ്ങൾ ബാധിച്ചിട്ടുണ്ട്, അത്രയും ദുരിതങ്ങൾ ബാധിച്ചിട്ടുണ്ട്, അത്രയും കഷ്ടതകൾ ബാധിച്ചിട്ടുണ്ട്. ഇതിനൊരു
കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കലിയുഗത്തിൽ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത കാര്യം, നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹരേ രാമ ജപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശ്രീരാമന്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ. ആ നാമം മിനിമം 16 ഉരു ജപിക്കാനാണ് പറയുന്നത്. ഒരുപാട് കഷ്ടതയുണ്ടെങ്കിൽ 108 ജപിച്ചോണം, 336 തവണ ജപിച്ചാലും നല്ലതാണ്. അതുപോലെ തന്നെ ശക്തമായി നിൽക്കുന്ന നാമമാണ് നമഃശിവായ. ശിവൻ എന്ന് പറഞ്ഞാൽ സർവ്വ ദുരിതങ്ങളുടെയും സർവ്വ സങ്കടങ്ങളുടെയും ഇല്ലായ്മ ചെയ്യുന്നതാണ്. ക്ഷിപ്രപ്രസാദിയാണ്. നാരായണ നമ, നാരായണായ നമ ജപിച്ചാൽ ഈ ലോകത്ത് ലഭിക്കാത്ത ഒരു മോക്ഷവുമില്ല. അപ്പോൾ ഈ 3 നാമങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ശരിക്കു പറഞ്ഞാൽ നിങ്ങളൊരു മിനിമം ഒരു 1000 തവണ നിങ്ങൾ ജീവിതത്തിനകത്ത് പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ തിരിച്ചറിയുന്നു എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണുള്ളതെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളാണ്, ദുരിതങ്ങളാണ് എന്ന് അറിയുന്നെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഗതിയില്ല എന്ന് അറിയുന്നെങ്കിൽ, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഒരു ജ്യോതിഷനെ പോലും കാണേണ്ട കാര്യമില്ല. ഈ 3 നാമങ്ങളും 10 മിനിറ്റ് ജപിച്ചോളൂ. നിങ്ങൾക്ക് പൂർണ്ണമായും ഐശ്വര്യമാണ്, സമ്പൽ സമൃദ്ധിയാണ്, പൂർണ്ണ പരിഹാരമാണ് കിട്ടുന്നത്. അതിന് യാതൊരു സംശയവും വേണ്ട. നാരായണായ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. ലക്ഷ്മി സാന്നിധ്യമുള്ള, ലക്ഷ്മി തന്നെയായി നിൽക്കുന്ന, ലക്ഷ്മിയുടെ പതിയായി നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ, മഹാവിഷ്ണുവിന്റെ ആ അനുഗ്രഹ കല കിട്ടി സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവാനും സമാധാനം ഉണ്ടാവാനും സന്തോഷമുണ്ടാവാനും സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ വൈഷ്ണവാദികൾ ആരായാലും നിങ്ങളെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചിരിക്കും. അതുപോലെ തന്നെ നമഃശിവായ, 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 നമഃശിവായ. അറിയാം, ശൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുഞ്ജയനാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ശൈവം മൃത്യുഞ്ജയനാണ്, അഘോരിയാണ്, ഉമാമഹേശ്വരനാണ്, ദക്ഷിണാമൂർത്തിയാണ്. എന്താ എല്ലാം നൽകില്ലേ? എല്ലാം കേമത്തായ ഭാവങ്ങളും ഉണ്ട്. സർവ്വ ദുരിതങ്ങളിൽ നിന്നും ശാപതാപങ്ങളിൽ നിന്നും പിതൃവിഷയങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ, കുടുംബത്തിൽ സർപ്പദോഷമുണ്ട് എങ്കിൽ നമഃശിവായ ജപിച്ചാൽ തന്നെ ഒരു ഗുണം അവിടെ മാറ്റം വരും. പഴയ രക്ഷസിന്റെ വിഷയമുണ്ട്, പഴയ വെച്ച് സേവയുടെ ബന്ധമുണ്ട്. പിതൃവിഷയത്തിൽ നാരായണ നാമം ജപിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് കുറച്ച് ചെറിയ വാസ്തു വിഷയമുണ്ട്. നമഃശിവായ നാരായണ നാമവും മതി. കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ദൃഷ്ടിയിൽ വിളക്കിന്റെ മുൻപിൽ നമ്മൾ ഇരുന്ന് നമ്മൾ നാമം ജപിക്കുമ്പോൾ അവിടെ മനസ്സിന്റെ പ്രത്യക്ഷപ്പെടുന്ന ദേവാദി ദേവന്മാരെ, അവിടെ ഒരു സൂക്ഷ്മമായ ശരീരം അല്ലെങ്കിൽ നമുക്ക് കാണാൻ മനസ്സുകൊണ്ട് മാത്രം കാണാവുന്ന ശരീര സ്വരൂപിയായിട്ട് അവിടെ പ്രത്യക്ഷമായി നാമജപാദികളിൽ അവർ ലയിക്കുമ്പോൾ അവരുടെ അനുഗ്രഹ കലയെയും അവരുടെ ആഗമനം കൊണ്ടുണ്ടാകുന്ന ആ അനുഗ്രഹവും എനർജിയും ആ കുടുംബത്തിലും ആ കുടുംബങ്ങളിൽ ലഭിച്ച് കഴിയുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ദുരിതങ്ങൾ മാറാൻ കലിയുഗത്തിൽ നാരദ മഹർഷി പറഞ്ഞ പോലെ ഹരേ രാമ ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സുഹൃതം, ആ രാമന്റെയും കൃഷ്ണന്റെയും ഭാവമായി നിൽക്കുന്ന അനുഗ്രഹം നമ്മുടെ പരമ്പരയ്ക്കും കുടുംബത്തിനും രക്ഷ നൽകാൻ, നിങ്ങളത് ജപിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ജപിച്ചോളൂ, നിങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ കടം തീരുന്ന അന്ന് തൊട്ട് ഗുണത്തിലേക്ക് വരും. എന്റെ അമ്മ കുറച്ച് ജപിച്ചു, അതുകൊണ്ട് വലിയ പ്രയോജനമില്ല, ഞാൻ ജപിക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. അമ്മ ജപിച്ചതിന്റെ ഗുണമാണ് മക്കൾക്ക് അത്രയെങ്കിലും പറയാനായിട്ട് കഴിയുന്നത്. മക്കളും കൂടെ ജപിക്കുമ്പോഴാണ് കൊച്ചുമക്കൾ ഏറ്റവും കൂടുതൽ നന്നാവുന്നത്. ഒരു കുട്ടിക്ക് 28 കെട്ടുമ്പോൾ 7 ജന്മങ്ങളെ കൂട്ടിയിണക്കി ചെയ്യുന്ന കർമ്മമാണത്. 7 ജന്മം മുമ്പ് തലമുറയുള്ള ഒരു മുത്തശ്ശനോ ഒരു മുത്തശ്ശിയോ ഒരാൾക്കുടെ ശാപം മേടിച്ചിട്ടുണ്ടെങ്കിൽ 7ാമത്തെ തലമുറയിലുള്ള നമ്മൾ അനുഭവിക്കണം. നമ്മുടെ അച്ഛൻ ചെയ്തോ നമ്മുടെ അമ്മ ചെയ്തോ മുത്തശ്ശൻ ചെയ്തോ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അന്നൊരു പാപം അവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അത് പാപമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും ആ ശാപമാണെങ്കിലും താപമാണെങ്കിലും ആ ദുരിതങ്ങളാണെങ്കിലും ആ സങ്കടങ്ങൾ ആണെങ്കിലും അത് 7ാമത്തെ തലമുറയാണ് നമ്മളെങ്കിൽ, നമ്മൾ ഇപ്പോൾ ജപിക്കാതെ പോയാൽ നമുക്ക് മോശം കിട്ടേണ്ട സമയത്ത് നമുക്ക് ആ മോശം കിട്ടാതെ വരും. നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തനുഭവിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ പരമ്പരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ സങ്കടങ്ങൾ പരമ്പരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ദാരിദ്ര്യങ്ങൾ നമ്മുടെ പരമ്പരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പരമ്പരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വൃത്തിയായിട്ട് കൃത്യമായി നിൽക്കുന്ന നാമജപാദിയിലേക്ക് കടക്കണം. ഇതുപോലെ
അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം, ദുരിതം കൂടുന്തോറും ക്ഷേത്ര ദർശനം കൂട്ടണം, പരദേവതാ ഭജനം കൂട്ടണം, മൂലകുടുംബത്തിലെ ദേവന്മാരെ ഭജിക്കണം, നമ്മുടെ ആധിപത്യമുള്ള അവിടെ പോയിരിക്കണം, വർഷത്തിലൊരിക്കൽ മഹാക്ഷേത്രങ്ങളിലുള്ള ദർശനവും മുടക്കരുത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ അതിന് പരിഹാരമാകും. അതുപോലെ തന്നെ ബലികൾ, കർമ്മങ്ങൾ, പിതൃകർമ്മങ്ങൾ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടും കൃത്യമായിട്ടും ചെയ്തു പഠിക്കുക. പിതൃവിനെ പൂജിക്കാത്ത, പിതൃവിനെ നോക്കാത്ത, പിതൃവിനെ പരിഗണിക്കാത്ത ഒരു കുടുംബവും രക്ഷപ്പെട്ടതായിട്ട് കാണുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, കുറച്ചൊക്കെ നമ്മൾ ദാനങ്ങൾ ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ദൈവാധീനക്കുറവിന്, നിങ്ങളുടെ ഭാഗ്യക്കുറവിന്, നിങ്ങളുടെ കഷ്ടതക്കുറവിന്, എന്ത് ചെയ്താലും നന്നാവുന്നില്ല എന്നുള്ളതിന് പരിഹാരം, പൂർണ്ണമായും ഈ പരിഹാരം ഉണ്ടാകും. ഈ 3-4 വിഷയങ്ങൾ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നന്മയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് ഇപ്പോൾ ഫലം കിട്ടണം എന്നല്ല പറയുന്നത്, അത് ഭാവിയിൽ കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ആ ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ അനുഗ്രഹം കിട്ടും എന്നുള്ള വിശ്വാസത്തിലൂടെ ആ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ ആശ്രയിച്ചോളൂ. ആ ആശ്രയത്തിന്റെ ഫലം ഒരിക്കലും നിരാശയാവില്ല, അനുഗ്രഹം തന്നെയാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. നമസ്കാരം.